നമസ്കാരം. ജീവൻ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഐക്കൻസ് ഓഫ് അറേബ്യ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് ഉമ്മുൽ ഖുവൈനിലാണ്. ഉമ്മുൽ ഖുവൈൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റാണ്. വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും കഥ പറയുന്ന ഈ പ്രോഗ്രാമിൽ അവരുടെ ജീവിത അനുഭവങ്ങൾ, അവരുടെ മൂല്യങ്ങൾ തീർച്ചയായും നമുക്ക് പഠിക്കാനുള്ള, മനസ്സിലാക്കാനുള്ള ഒരു പാഠപുസ്തകം തന്നെ നൽകുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു മലയാളിയെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഏതാണ്ട് 41 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച എല്ലാ പ്രവാസി മലയാളികൾക്കും വെൽ നോൺ പേഴ്സണായ ശ്രീ പുന്നൂസ് മാത്യു സാറാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം തിരുവല്ലയ്ക്കടുത്തുള്ള ചുമ്മത്തറ എന്ന പ്രദേശത്തു നിന്നാണ് പ്രവാസ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് അൽ നീഫ കോൺട്രാക്റ്റിംഗ് കമ്പനി LLC എന്ന പ്രസ്ഥാനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഒട്ടനവധി പ്രവാസി മലയാളികൾക്ക് മാത്രമല്ല, ഒട്ടനവധി പേർ ജോലി ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റാൻ അൽ നീഫ കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് അദ്ദേഹത്തിനും സാധിച്ചു എന്നുള്ളതാണ് പരമാർത്ഥം. തീർച്ചയായും ഒരുപാട് ജീവിത അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. തിരുവല്ലയ്ക്കടുത്തുള്ള ചുമ്മത്തറ, അതാണ് ജന്മദേശം. പിതാവിന് എന്ത് ജോലിയായിരുന്നു സർ? പിതാവ് വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ ഞങ്ങൾക്ക് കൃഷിയും കർഷകൻ്റെ കുടുംബത്തിലാണ് ജനിച്ചത്. കാർഷിക വരുമാനമായിരുന്നു മെയിൻ. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ തിരുവല്ലയിൽ തന്നെയായിരുന്നു. മർത്തോമ കോളേജ് ഉണ്ടായിരുന്നു. 1977 അതായത് 1976 കഴിഞ്ഞപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞു. ഞാൻ സിവിൽ എഞ്ചിനീയറിങ്ങും കഴിഞ്ഞുകൊണ്ടേ വിചാരിച്ചു നമുക്ക് എവിടെയെങ്കിലും പോകണം ജോലി ചെയ്യാൻ. അങ്ങനെ ഇവിടുന്ന് ഞാൻ ബോംബെ പോയി. ബോംബെ ചെന്നു. അവിടെ ഒരു പത്തക് ആർക്കിടെക്ചേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അവിടെ ജോലി ഒരു 4-5 മാസം ജോലി ചെയ്തപ്പോൾ പലരും ഗൾഫിൽ നിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ ഇൻ്റർവ്യൂവിന് അവിടെ വരുന്നുണ്ടായിരുന്നു, ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്. അങ്ങനായി പല ഇൻ്റർവ്യൂവിന് ഞാൻ ചുമ്മാ പോയി അറ്റൻഡ് ചെയ്യും. എന്നെ എടുക്കുകയില്ല. എൻ്റെ വയസ്സ് അന്നത്തെ 23 ഇയേഴ്സേ ഉള്ളൂ. ആ സമയത്ത് ആണ് വേറൊരു ഇവിടുന്ന് ഒരു ബെൽജിയം 6 കൺസ്ട്രക്ട് എന്ന് പറഞ്ഞൊരു കമ്പനി അവിടെ വന്നു. ബെൽജിയംകാരുടെ കമ്പനിയാണ്, വെള്ളക്കാരായിരുന്നു. അവർ വന്ന് ഇൻ്റർവ്യൂ നടത്തി. അതിനകത്ത് എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം എനിക്ക് എടുക്കുകയില്ലെന്നുള്ളതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് എന്നെ വന്നാലും തിരിച്ച് നല്ല പടവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്കൊരു സ്മാർട്ട് പയ്യനാണെന്ന് ഞാൻ തോന്നി. അങ്ങനെ അവരെന്നെ അങ്ങ് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അങ്ങ് പോവുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞു. അവരവരുടെ ഏജൻസിയാണ്, അന്ന് കാലത്ത് അങ്ങനെ ഏജൻസിയാണ്. ആ ഏജൻസി മുഖേന അവർ ഒത്തിരി പേരെ എടുത്തു. എൻ്റെ എൻ്റെ കാര്യത്തെപ്പറ്റി ഒന്നും അറിയുന്നു, ചോദിച്ചു ഒന്നും ആയിട്ടില്ല എന്ന് പറയുന്നുള്ളൂ. എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞാൽ അവർക്ക് അപ്പം ഇവിടെ ഷാർജയിൽ ഒരു വലിയ പ്രൊജക്റ്റായിരുന്നു കിട്ടിയത്. ആ പ്രൊജക്റ്റിന് വേണ്ടി ആളുകളുടെ പ്രൊജക്റ്റ് കുറച്ച് ക്യാൻസലായിപ്പോയി. എന്നാലും അവർക്ക് എന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അവർ ഏജൻസി ചോദിച്ചു, ഇയാൾ അർജൻറ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞു, ഇറാഖിലേക്ക് വിടാനാണ്. ശരി. അങ്ങനെ എന്നെ അവർ എടുത്തു എന്നുള്ള ഒരു പേപ്പർ അവിടെ വന്നു. ഞാനും അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ ഉടനെ ഈ പേപ്പർ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഈ പേപ്പർ കിട്ടുന്നു ചെല്ലാനെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഓഫീസിലോട്ട്. ഞാൻ ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞ് ചെല്ലുന്ന ഉടനെ ബോംബെയിലെ ഒരു വലിയൊരു ഏജൻസിയാണ്. അവരെന്നെയൊക്കെ പറഞ്ഞു, ഓക്കെ ഇതെല്ലാം കഴിഞ്ഞ് പോയി പൊട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഗോവക്കാരത്തി ഒരു പെണ്ണിരിപ്പുണ്ട്. ഞാൻ അവിടേക്ക് ഈ പേപ്പർ കാണിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് പോയെന്ന് ചുമ്മാ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല, ഇങ്ങനെ തരാൻ പറഞ്ഞു. അവർ അകത്ത് കയറി ചോദിച്ചു കഴിഞ്ഞാൽ ഈ അർജൻറ്റ് ഇയാൾ എവിടെയാണ് തപ്പിയെടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവർക്ക് ഇയാളെ മതി. അങ്ങനെയാണ് അവരെന്നെ വിളിച്ച് കൊണ്ടുവന്നു. അങ്ങനെ എന്നെ അകത്ത് കൊണ്ടുപോയി. ഉടനെ അന്ന് തന്നെ ടിക്കറ്റും എടുത്തു. 2 ദിവസം കഴിഞ്ഞ ഉടനെ എനിക്ക് പോരാനുള്ള പാസ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പാസ്പോർട്ട് കൊടുത്ത് 2-3 ദിവസം കൊണ്ട് ഞാനിങ്ങനെ പോരുകയായിരുന്നു. ഇവിടെ ഷാർജയിൽ വന്നു. ഒരു 6 കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. ഇറാഖിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇവന് പ്രായം കുറവാണ്, അതുകൊണ്ട് അങ്ങോട്ട് വിടണ്ട, ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു.
അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഷാർജയിൽ വരുന്നത്. അങ്ങനെ ഇവിടെ വന്നു. അതെന്ന് പറഞ്ഞാൽ ജൂൺ ജൂലൈ സമയമാണ്, ചൂടിൻ്റെ അങ്ങേയറ്റമുള്ള സമയം, സഹിക്കാൻ പറ്റുകയില്ല. അവസാനം എന്ത് ചെയ്തു, ഞാൻ അങ്ങ് മുഖമൊക്കെ അങ്ങ് വല്ലാതായി, കളർ മാറി, ഇതെല്ലാം ആയി. എന്നിട്ടും ഞാൻ പിടിച്ച് നിന്നു. ആ സമയത്ത് ഇവിടെ 6 കൺസ്ട്രക്ഷൻ വന്നു, നല്ല ശമ്പളം. അന്ന് കാലത്ത് എനിക്ക് ഇവിടുന്ന് സാലറി പ്ലസ് എല്ലാം കൂടെ ചേർത്ത് 4,800 ദിറാംസ് അന്ന് ശമ്പളം കിട്ടുമായിരുന്നു സ്റ്റാർട്ടിങ്. എത്ര വർഷമാണ് സർ ആ കമ്പനി എനിക്ക് അധികം ജോലി ചെയ്യാൻ പറ്റിയില്ല. ആ പാടെ 9 മാസമേ ജോലി ചെയ്യാൻ പറ്റിയുള്ളൂ ആ കമ്പനി. അപ്പോഴത്തേന് കമ്പനി അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ആ പ്രൊജക്റ്റ് വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടിയായിരുന്നു വന്നത്. ആ പ്രൊജക്റ്റ് അവർ ഷാർജ ഗവൺമെൻറ് അന്നങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അന്നൊരു റെസിഷൻ ഉണ്ടാകുന്ന സമയമാണ്. ഇതുപോലെ കഴിഞ്ഞ 2-3 കൊല്ലം മുന്നേ ഒരു റെസിഷൻ ഉണ്ടായി. സെയിം 78-ലൊരു റെസിഷൻ ഉണ്ടായി. ആ റെസിഷൻ സമയത്താണ് ഈ പരിപാടികളെല്ലാം സ്റ്റോപ്പായി, എൻ്റെ ജോലിയും പോയത്. അങ്ങനെ ഞാനിവിടെ പോയി ജോലി തപ്പാൻ അന്ന് ഇവിടെ ആരുമായിട്ടെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ടാക്സി പിടിച്ച് ദുബൈയിലെങ്ങാനും ചെന്ന് അവിടെ നൈഫ് റോഡിലൊരു റൗണ്ട് ബോട്ടുണ്ട്, അവിടെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ് ആരെങ്കിലും അവിടെ വരാൻ പറയും. അങ്ങനെ ടെലിഫോണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവിടെ ഓഫീസിലൊരു ടെലിഫോൺ കാണും. അവിടെ ചെന്ന് എനിവേ ഞങ്ങൾ അവിടെ വെച്ചൊക്കെ പരിചയപ്പെട്ട് അവിടെ അവിടെ ഇവിടെയൊക്കെ ജോലിയൊക്കെ തപ്പി ഒന്നും കിട്ടാനില്ല. അങ്ങനെ ഇരുന്ന് വിഷമിച്ച് വന്നാൽ വിചാരിച്ച് അങ്ങ് പോയേക്കാം നാട്ടിൽ തന്നെ. ഏതായാലും പിന്നെ വരാമെന്ന് ഓർത്ത് നാട്ടിൽ ഇങ്ങനെ വീട്ടിൽ കിടക്കുമ്പോൾ രാത്രിയിൽ ഉമ്മൽക്കോയിൽ എന്നൊരു സ്ഥലത്തു നിന്ന് ഇവിടുത്തെ ഒരു ഷെയ്ക്കിൻ്റെ കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആളെ വേണം. അതിനുവേണ്ടി അവരവിടെ വരികയാണ്. അവിടെ വന്ന് തിരക്ക് പിടിച്ചു ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. രാത്രി എന്നോടൊന്ന് ചോദിച്ചു, നിനക്ക് വരാമെന്ന് ചോദിച്ചു അങ്ങോട്ട് കൂടെ. നമ്മൾ ശരി ആട്ടെന്ന് പറഞ്ഞു. രാത്രി അവിടുത്തെ എല്ലാം റെഡിയാക്കി പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ നിന്ന് പേപ്പറുകളെല്ലാം വാങ്ങിച്ച് ഇവിടെ വന്ന് ഉമ്മൽക്കോയി വന്ന് ജോയിൻ ചെയ്തു. അതാണ് ഉമ്മൽക്കോയിനുമായിട്ടുള്ള തുടക്കം. ഉമ്മൽക്കോയി ജോയിൻ ചെയ്ത് അന്ന് ഇവിടെ ഉള്ളതാണ് ഉമ്മൽക്കോയിലൊരു ആസ്ബെസ്റ്റോസ് ഫാക്ടറി ഉണ്ട്, തുടങ്ങുകയാണ്. അപ്പം എന്നോട് പറഞ്ഞു നീ വേണം അതിൻ്റെ ലേ ഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഡ്രോയിങ് നോക്കി. അന്ന് ഇറ്റാലിയൻ കമ്പനിയാണ്. അപ്പോൾ ഇറ്റാലിയൻ നിന്ന് വന്നൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു, എന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു നിന്നെ ഞാൻ എല്ലാം പഠിപ്പിച്ചേക്കാം, നീ ധൈര്യമായിട്ട് ചെയ്തോളാം. അവൻ എനിക്കൊരു ധൈര്യം തന്നുകൊണ്ട് ഞാൻ അതിൻ്റെ പണി അങ്ങ് തുടങ്ങി. ഒത്തിരി ഫോർമന്മാരൊക്കെ ഉണ്ട്, എല്ലാവരും കൂടെ ചേർന്ന് ഓരോരോ പണികളും കൂടെ തുടങ്ങി. കംപ്ലീറ്റ് ലേ ഔട്ടും കാര്യങ്ങളും സർവേയും എല്ലാം ഞാൻ തന്നെ ചെയ്തു. അങ്ങനെയാണ് ഫസ്റ്റ് എൻ്റെ ജോലി ഉമ്മൽക്കോയിനായിട്ടുള്ള എൻട്രി. അവിടെ പോയി പറഞ്ഞാൽ അവിടെ കിട്ടുന്നതിൻ്റെ ശമ്പളത്തിൻ്റെ പകുതി ശമ്പളമേ ഉള്ളൂ. അവിടെ എനിക്ക് 4,800 രൂപ എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് കിട്ടുന്ന 1,800 രൂപയായിരുന്നു. എന്നാലും കുഴപ്പമില്ല, 1,800 ആയാലും ബെസ്റ്റ് ശമ്പളം അന്ന് ആ കാലത്ത് ഏറ്റവും നല്ല ശമ്പളമാണ്. അപ്പോഴത്തേനും ഉമ്മൽക്കോയിലെ വേറൊരു ഷെയ്ക്കുള്ള ഷെയ്ഖ് അബ്ദുള്ള, ആ പുള്ളിയായിരുന്നു മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനും ഒക്കെ. അതായത് ഇവിടെ റൂളറുടെ നേരെ അനിയൻ. പുള്ളിക്കപ്പം അന്ന് പഠിക്കുന്ന പുള്ളിയുടെ കമ്പനിയായിരുന്നു. അപ്പം പുള്ളി നോക്കിയപ്പോഴത്തേന് പുള്ളിക്ക് എന്തോ എൻ്റെ സമയം നല്ലതായിരുന്നായിരിക്കും. എനിവേ പുള്ളി എന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു മാത്യു ബാക്കി എല്ലാവരെയൊക്കെ ഫിനിഷ് ചെയ്ത് വിട്ടു, എന്നെ പുള്ളി വിട്ടില്ല. എന്നെ പുള്ളി ഉമ്മൽക്കോയിൻ മുനിസിപ്പാലിറ്റിയിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ്. നീ അവിടെ നിന്നോളാൻ പറഞ്ഞു. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ശമ്പളമാണെങ്കിലും ജോലി ചെയ്യുന്ന മുഴുവൻ പുള്ളിയുടെ പേഴ്സണൽ ബിൽഡിങ്ങുകളും പേഴ്സണൽ വില്ലകളും പേഴ്സണൽ സിറ്റുവേഷനൊക്കെയാണ്. ഇത് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ഷാർജ പോലെ ഉമ്മൽക്കോയിൻ റൂളറും മറ്റേ പുള്ളിയും കൂടെ മുനിസിപ്പാലിറ്റിയുടെ ശമ്പളം എങ്ങോട്ടൊക്കെയാണ് പോകുന്നതെന്നൊക്കെ തിരക്കി വന്നപ്പോൾ എൻ്റെ ഒരു ശമ്പളം അവിടെ അപ്പോൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ അത് കാരണപ്പോൾ എന്നോട് ഈ ഷെയ്ഖ് അബ്ദുള്ള തന്നെ പറഞ്ഞു നീ വേറെ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ്തോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലായിരുന്നപ്പോഴത്തെ ഒത്തിരി നാൾ മുനിസിപ്പാലിറ്റി ശമ്പളം തന്നും പണിയൊന്നുമില്ല. മുനിസിപ്പാലിറ്റി രാവിലെ പോകണം, അവിടെ ചെക്കിങ്ങിനൊക്കെ പോകണം, പിന്നെ അങ്ങ് മേടിച്ച് ഉച്ചവരെ പണിയുള്ളൂ. ആ സമയത്താണ് ഞാൻ കല്യാണം കഴിക്കുന്നതും ഭാര്യ ഇവിടെ വരുന്നതെല്ലാം. വിവാഹം കഴിച്ചത് എവിടെ നിന്നാണ്? ഞാൻ വിവാഹം കോട്ടയത്തു നിന്നാണ്. കോട്ടയത്ത് തന്നെയാണ്. വൈഫിൻ്റെ പേര് സുധ. എത്ര കുട്ടികളാണ് സാർ? എനിക്ക് 2 ആൺപിള്ളേരാണ്. അവർ മൂത്താൾ കല്യാണം കഴിച്ചു, ഒരു മോളുണ്ട്. പേര് ദീപു എന്നാണ് മൂത്താളുടെ പേര്. അവന് ഞങ്ങളിവിടെ ഒരു ട്രേഡിങ് ബിസിനസ്സുണ്ട്, അവനാണ് അത് നോക്കുന്നത്. അവനും വേറൊരാളുടെ പാർട്ട്ണർഷിപ്പിൽ കാര്യങ്ങൾ ഓടിക്കുന്നു. രണ്ടാമത്തെ മോൻ ബിടെക് എഞ്ചിനീയറാണ്. അവൻ്റെ വൈഫ് എഞ്ചിനീയറാണ്. അവനിവിടെ എൻ്റെ കൂടെ ഈ സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. പേര് സന്ദീപ് എന്നാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ്, കാരണം വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സാറ് പിന്നെ മനസ്സിൽ കരുതുന്നത് പിന്നെ കേട്ടോണം പിന്നാണ് കാര്യങ്ങൾ. അത് കഴിഞ്ഞുടനെ അവിടുന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അങ്ങ് പണി കഴിഞ്ഞു. വേറെ എനിക്ക് അങ്ങ് ഇരുന്നപ്പോൾ ഒരു ജോലി കിട്ടി
ഹിറ്റാച്ചി സൂസ് എന്ന് പറഞ്ഞൊരു ജപ്പാൻ കമ്പനി ഇവിടെ ഒരു സിമെൻറ്റ് ഫാക്ടറി പണിയാണ്. മൂൽക്കോയിൽ തന്നെ. അവിടെയും നല്ല ശമ്പളത്തിൽ തന്നെ ഞാൻ ജോലി ചെയ്തു. അത് ആ വരെയും എൻ്റെ ഒരു സ്റ്റേജായിരുന്നു. പിന്നെ അടുത്ത സ്റ്റേജ് അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് വേറൊരു കമ്പനി ഉണ്ടായിരുന്നു ഇവിടെ, അറബ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോഴും മുനിസിപ്പാലിറ്റി ജോലി ചെയ്യുമ്പോഴും ഈ കമ്പനിയിൽ ഞാൻ പോയി പാർട്ട് ടൈം പണിയുമായിരുന്നു. ഇവരുടെ അവർ എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അതുകൊണ്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ അവരെന്നെ അതിനകത്തോട്ടങ്ങ് വരാൻ പറഞ്ഞു, പാർട്ട്ണറായിട്ട് വരാൻ പറഞ്ഞു. ശരി, പാർട്ട്ണറായിട്ട് ഞാൻ ചെയ്യുന്നു. അവിടെ ചെന്ന് ഞാൻ ജോലി ചെയ്തു. ആ സമയത്ത് ഉമ്മൽക്കോയിലെ ഏറ്റവും നമ്പർ 1 കമ്പനി അതായിരുന്നു, അറബ് എഞ്ചിനീയറിംഗ്. അങ്ങനെ കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പാർട്ട്ണർ പറഞ്ഞു, മാത്യു പുന്നൂസ, നീ ഈ കമ്പനി അങ്ങ് എടുത്തു, എനിക്ക് കുറച്ച് കാശ് എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു പോവുകയാണ്. അവനൊരു സിറിയക്കാരനായിരുന്നു. അങ്ങനെ അവൻ്റെ ഇത് ഞാനിത് ഏതാണ്ട് ആ കമ്പനി ഏതാണ്ട് ഒരു 130,000 കൊടുത്ത് ആ കമ്പനിക്ക് മേടിച്ചു, ലേബേഴ്സിനെ ഇതും മേടിച്ചു, പിന്നെ മെറ്റീരിയലിനുള്ള കാശ് വേറെയും കൊടുത്തു, എല്ലാം കൂടെ എടുത്ത് കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അതാണ് അറബ് എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അന്ന് എൻ്റെ സ്പോൺസർ ഒരു നല്ലൊരു ലോക്കൽ പയ്യനായിരുന്നു. അപ്പോൾ അവനെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ല. എനിവേ അതേ വെച്ചുകൊണ്ട് അങ്ങോട്ട് പൊങ്ങിയിട്ട് കമ്പനി അങ്ങ് പൊങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഈ സ്പോൺസർ മരിച്ചു പോകുന്നത്. ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നു. പയ്യനായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, അതിന് മുന്നേ മരിച്ചു പോകും. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അനിയൻ വന്നു സ്പോൺസറായിട്ട്. അപ്പോൾ അവനിവിടെ വന്നേച്ചും അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇങ്ങനെ ലക്ഷറി ടൈപ്പാണ്, ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കണം, ഇങ്ങനൊരു ടൈപ്പാണ്. അവൻ വന്ന് കമ്പനിക്കകത്ത് കയറി. അപ്പോൾ എന്നോട് പറഞ്ഞു, മാത്യു എനിക്ക് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ വന്ന് ഇവിടെ നിന്നിരുന്നു, കാര്യങ്ങൾ ഓടിച്ചു, നിനക്കും കിട്ടും കാശ്. അങ്ങനെ അവനെ ഞാൻ കമ്പനിയിൽ കൂടുതൽ ഇൻവോൾവ് ആക്കി കഴിഞ്ഞപ്പോഴത്തേന് ഒത്തിരി പ്രശ്നങ്ങൾ ഓരോന്നോരോന്നുണ്ടാകുന്നു. ഇവൻ അവിടെ ഇവിടെ എല്ലാം പലയിടത്തുമൊക്കെ പല ബിസിനസ് ചെയ്ത് എല്ലായിടത്തും പൊട്ടി വലിയ കാശുകളൊക്കെ ചെക്കുകളൊക്കെ കൊടുത്തിരിക്കുകയൊക്കെ. അതിൻ്റെ ബാധ്യതകളെല്ലാം ഇവൻ ഇവിടെ വന്ന് ഞങ്ങൾ വളരെ അടുത്തായിരുന്നു. എന്നോട് പറയും, മാത്യു ഇന്നോലാണ് എനിക്ക് അപ്പോൾ ചെക്കിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് സഹായിക്കണം. അപ്പം അവനറിയാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തോ വരുന്നെന്ന്. എന്ന് പറഞ്ഞാൽ ഓരോ അക്കൗണ്ട് വരുന്ന ഇവൻ്റെ പേര് ഇവൻ തന്നെയാണ് സിഗ്നേച്ചർ ചെയ്യുന്നതെന്ന്. ഇങ്ങനെ ആയി അവന് കുറച്ച് കൊടുത്ത് അന്ന് അവസാനം ഒത്തിരി അടുത്ത് ബാധ്യതകൾ കൂടുകയാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാത്തൊരു സ്റ്റേജായിപ്പോയി. ഇത്രയും ഒരു പൊങ്ങി നിന്ന പൊസിഷനിൽ നിന്ന് ഒരൊറ്റ വരവാണ് 0. കുറഞ്ഞ ഒരു 8 മാസം 9 മാസം ഞാൻ ഈ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നോബഡി കാനോട്ട് അഫോർഡ് ദിസ്. അതുപോലെ സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോട് എന്ന് ചോദിച്ചാലും അന്നൊക്കെ ആരുടെ നിന്ന് കാശ് മേടിക്കാം, മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 5,000 രൂപ. എനിക്ക് 5 കൊണ്ട് ഒന്നും ആകുകയില്ല. എനിക്ക് കുറഞ്ഞ ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ ആവണം. ആരുണ്ട് ഹെൽപ്പ് ചെയ്യാൻ? ഒരുത്തരും ഹെൽപ്പ് ചെയ്യാനുമില്ല. അപ്പം പ്രശ്നങ്ങൾ സീരിയസ് ആയി വരികയാണെന്ന് പറഞ്ഞു. ആ സമയത്താണ് എൻ്റെ ഭാര്യയുടെ അമ്മ മരിക്കുന്നത്. അപ്പോൾ പാസ്പോർട്ട് ഇവിടെ ഓണറുടെ ഇരിക്കുക. അവനങ്ങ് മാറി, അവൻ ഇവിടുന്ന് അങ്ങ് പോവുകയും ചെയ്തു. വേറെ ഒരു അനിയനുണ്ട്, അവൻ അപ്പം ഡീൽ ചെയ്യുന്നു. അവൻ്റെ കയ്യിലായിപ്പോയി എൻ്റെ പാസ്പോർട്ട്. അപ്പോൾ അവനോട് ചെന്ന് ഞാൻ പറഞ്ഞു, ഇങ്ങനെ അമ്മച്ചി മരിച്ചുപോയി, എനിക്ക് നാട്ടിൽ പോകണം. ഉടനെ തന്നെ പാസ്പോർട്ട് എടുത്തിങ്ങ് തന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇവനിങ്ങനെ തരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവൻ്റെ ഒരു ദുരുദ്ദേശം കാണും. ഈ ഉദ്ദേശം എന്നായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പോയാൽ അവനറിയാൻ തിരിച്ചു വരികയില്ലെന്ന്, ഇവിടെ വരികയിലാണ്. അപ്പം ഇതെല്ലാം കൂടെ എൻ്റെ തലയിൽ ഇട്ടിട്ട് അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് ഓടിക്കാം, ഇതായിരുന്നു അവൻ്റെ ഉദ്ദേശം. പക്ഷേ ഞാൻ അവിടെ പോയി ശവോടൊക്കെ എല്ലാം കഴിഞ്ഞ ശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞുടനെ ഞാൻ അവിടുന്ന് ഇവിടെ വരിക. പിന്നെ സ്ട്രഗിൾ. അപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു, നീ അവിടെ കുറച്ച് ദിവസം നീക്കുക, ഞാൻ വിളിക്കാം. അപ്പം ഞാൻ ധൈര്യമായിട്ട് പലരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ആൾക്കാർക്ക് അറിയാതെ ഞാൻ പറഞ്ഞിരിക്കുന്ന വാചകം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്നും അറിയാതെ ദൈവം തമ്പുരാൻ നമുക്ക് ഇതുപോലൊരു അവസ്ഥ വരികയാണെങ്കിൽ വരത്തിട്ട്. അത്രയ്ക്ക് വരെ എൻ്റെ ഒരു സ്റ്റേജ് ആയിപ്പോയി. എന്നിട്ട് ഞാൻ കടിച്ചു പിടിച്ചിരുന്നു. അങ്ങനെയായിരുന്നു. രാവിലെ പൈസ ഇല്ല. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പറമ്പും സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കണ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടങ്ങളൊക്കെ വിറ്റു. അതിൻ്റെ ഈ കാശെല്ലാം കൂടെ എൻ്റെ അക്കൗണ്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഇത് വന്നപ്പോൾ എൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ സ്റ്റാഫ് തന്നെ ഇത് കിട്ടുകയാണ്. ഫാക്സേ ഉള്ളത്. ഈ ഫാക്സിൻ്റെ അകത്ത് ഇത് വരികയാണ്. നോക്കിക്കഴിഞ്ഞ ഉടനെ 25 ലക്ഷം വന്ന് അക്കൗണ്ടിൽ വന്നിരിക്കുന്നു. അപ്പോൾ അവൻ ഇത് കൊണ്ടുപോയി ഞങ്ങളുടെ അറബികളെ തന്നെ കൊടുത്തു. അവർ കൊണ്ട് ഇത് കൊടുക്കുന്ന പറഞ്ഞാൽ അവർ ഇത് വെച്ച് അങ്ങ് പബ്ലിഷ് ചെയ്യുകയാണ്. ഇവിടെ 25 ലക്ഷം രൂപ ഇവൻ ഇവിടുന്ന് അയച്ചു കൊടുത്താണ്, ഇവിടുന്ന് പോയേക്കുന്ന പൈസയാണ്. പിന്നെ ഒരു 30 ലക്ഷം ഇങ്ങനെ ഇത്ര അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് പോയേക്കുന്ന പൈസ. അതാണ് കമ്പനിക്ക് ഈ പ്രശ്നം പറ്റും.
ഇതൊക്കെ ഞാൻ പുറകെ അറിയുന്നു, ഇത്ര നാൾ കഴിഞ്ഞ് അറിയുന്നു. അപ്പം ഞാനെടുത്ത് നോക്കുന്നതാണ് ശരിയാണ്, സ്റ്റേറ്റ്മെൻ്റ് അകത്തുണ്ട്. പക്ഷേ അത് NRE കാശല്ല എന്നുള്ളവർ ആർക്കും ശ്രദ്ധിക്കുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ NRE അല്ലായിരുന്നു, ലോക്കൽ മണി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ. KP പറഞ്ഞാൽ ഡയറക്റ്റ് വൈറ്റ് മണിയാണ് തരുന്നത്. ഞാൻ പിന്നെ അറിയാവുന്നവർ, നമുക്കറിയാവുന്നവർക്കെല്ലാം ഞങ്ങളുടെ ഒരു ഷെയ്ക്കുണ്ടാകുന്ന അല്ലെ കാണിച്ചു ഇതാണ്. അപ്പോൾ അവർക്കെല്ലാവർക്കും മനസ്സിലായി ഒരുമാതിരിപ്പെട്ടതല്ല. പിന്നെ എനിക്ക് ഭയങ്കര ധൈര്യമായിരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ യാതൊരു കാരണത്താലും ഞാൻ വീഴുകയില്ല, എനിക്ക് നല്ല ധൈര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആ ഒരു സ്റ്റേജിൽ നിന്ന് അങ്ങേറിയപ്പോഴാണ് എൻ്റെ ഈ പ്രശ്നങ്ങൾ ഇവിടെ ലോക്കൽസിന് അറിയാമായിരുന്നു, ഷെയ്ക്കുമാർക്കൊക്കെ അറിയാമായിരുന്നു, ഇവനെ മറ്റേ അറബി കളിപ്പിച്ചതാണ്, ബുദ്ധിമുട്ടിലാണെന്നുള്ള അറിഞ്ഞു. അപ്പോൾ അങ്ങനെയിരുന്നപ്പോഴാണ് ഇപ്പോഴത്തെ എൻ്റെ ഷെയ്ക്ക് ലണ്ടനിൽ ഒരു മജ്ലിസ് ഇരിക്കുമ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായി. ഷെയ്ഖ് ഫൈസലിന് എന്നെ അറിയാം, ഞാൻ മുനിസിപ്പാലിറ്റി ജോലി ചെയ്തുകൊണ്ട് എന്നെ അറിയാമായിരുന്നു. എന്നെ വിളിച്ചും പറഞ്ഞു, മാത്യു നീ എൻ്റെ ഖണി എല്ലാം പോയി പ്രശ്നമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു പ്രശ്നമായിട്ടിരിക്കുക, നീ ഒന്നും ചെയ്യണം, നീ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഈ സമയം ഞാൻ എവിടെ ഇരിക്കും, എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഷാർജയിലൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ഇരുന്നൊരു മസാല ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു ഷെയ്ഖ് എന്ന്. 2 ദിവസം കഴിഞ്ഞ് ഷെയ്ഖ് ഇവിടെ വന്ന് എന്നെ വിളിപ്പിച്ചു. മാത്യു വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഞാൻ അറിഞ്ഞു ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ, നമുക്കൊരു പണിയാം. എൻ്റെ ഒരു കമ്പനിയുടെ പേരുണ്ട്, അൽ നീഫ കോൺട്രാക്റ്റിംഗ്, നിനക്കതെടുത്ത് നടത്താമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഷെയ്ഖ് നാളെ ഉച്ചക്കത്തേന് ചോറുണ്ണാൻ എൻ്റെ കാശില്ല, ഞാൻ എന്നാ കമ്പനി നടത്താമെന്ന് ചോദിച്ചു. ഈ ഷെയ്ഖ് എടുത്തതായി പറഞ്ഞു, നീ പൈസ ഒന്നും മുടക്കണ്ട, നീ എടുക്കാമെന്ന് കമ്പനി എടുത്ത് നടത്താമെന്നുള്ള കാര്യം എന്നോട് ഓക്കെ ആണോ അല്ലയോ എന്ന് പറയാൻ പോയി. അങ്ങനെയാണ് ഞാൻ വിസ നീഫയുടെ ആക്കി. എല്ലാം 4-5 ദിവസം കൊണ്ട് എൻ്റെ വിസയാക്കി. ഷെയ്ഖ് തന്നെ ഒരു പുതിയ വണ്ടി എനിക്ക് എടുത്ത് തന്നു, കാറ് നടത്താൻ പറഞ്ഞു. ഈ ടേബിളും തന്നു, ആ ഓഫീസ് മുറിയും തന്നു. അങ്ങനെ 0 എന്ന് തുടങ്ങിയതാണിത്. ഞാൻ തന്നെ രാവിലെ പിക്കപ്പ് എടുത്ത് ആൾക്കാരെ ഈ 5 പേരെ 8 പേരെ എടുക്കുക, കുറച്ച് സബ് കോൺട്രാക്ടർ എടുത്തിട്ട് പണിയിൽ നിന്ന് സൈറ്റ് വിടും. ആ വണ്ടിയിൽ ഞാൻ പോവും, റാസക്കേമയിൽ പോയിട്ട്, അന്ന് റാസക്കേമയിലുള്ള സിമൻറ്റ് കിട്ടുന്നത്. പിക്കപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് സിമൻറ്റ് എടുത്തുകൊണ്ട് ഇവിടെ വരും, ഇവിടെ കൊടുക്കും, പണി നോക്കും, വൈകിട്ട് ഓഫീസിൽ വരും, കണക്ക് വരും. അന്നപ്പം നമുക്ക് ലോക്കൽസുമായിട്ടൊക്കെ ഒത്തിരി കോൺടാക്റ്റ് ഉള്ളതുകൊണ്ട് ഒത്തിരി ആൾക്കാർ എനിക്ക് പണി തരാനായിട്ട് റെഡിയായി. അങ്ങനെ പണി എടുത്ത് തുടങ്ങി. ആ ഒരു പണി അങ്ങനെയാണ് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് പണി കയറി വരുന്നത്. എനിക്ക് സപ്പോർട്ടും ഉണ്ടായിരുന്നു, ലേബേഴ്സ് സപ്പോർട്ട് ഒത്തിരി ഉണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ട ലേബേഴ്സിനെ എല്ലാം ഞാൻ പല രീതിയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എല്ലാവരും നമുക്ക് വേണ്ടി തയ്യാറാണ്. അവർ പറയുന്ന സാരമില്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് വന്നേച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ ജോലി ചെയ്യാമെന്നാണ് പറയുന്നത്, ഞങ്ങൾക്കറിയാം എന്നേലും കിട്ടും. ഇങ്ങനെ കുറച്ച് ആൾക്കാരെ എനിക്ക് കിട്ടി. അന്ന് ഈ വിസയുടെ പ്രശ്നങ്ങളൊന്നുമില്ല, വെളിയിൽ നിന്നൊക്കെ വന്ന് ജോലി ചെയ്യാൻ പറ്റും. ഞാൻ ഇവരെ എല്ലാം കൂടെ അങ്ങോട്ട് ക്യുമുലേറ്റ് ചെയ്തിട്ട് നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അന്ന് പണി അങ്ങ് തുടങ്ങുകയാണ്. രണ്ടാം വരവ് വന്നു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ തുടങ്ങി ഉമ്മൽക്കോയിലിലെ ശവക്കോട്ടയുടെ ബൗണ്ടറി വോളാണ് ഫസ്റ്റ് ജോബ്. ആ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്നത്തെ 6,600,000 പ്രോഫിറ്റ്. അപ്പോൾ എനിക്ക് 30% പ്രോഫിറ്റ് തരാമെന്ന് ഷെയ്ഖ് പറഞ്ഞേക്കുന്നത്. ബാക്കി ഷെയ്ക്കും 30% എടുത്ത് പിന്നെ കമ്പനിയുടെ ഇതിന് വേണ്ടി കൊടുക്കുക. ഇങ്ങനൊരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഞങ്ങൾ പണി തുടങ്ങും. ഫസ്റ്റ് വർക്ക് ചെയ്യാൻ 3 മാസം കൊണ്ട് അടിച്ച് തീർത്തു, 2 മാസം കൊണ്ട് തീർത്തു. ഫസ്റ്റിൽ തന്നെ എനിക്ക് അന്നത്തെ എൻ്റെ ശമ്പളം വളരെ കുറച്ച് രീതിയിൽ ഞാൻ എടുക്കുന്നുള്ളായിരുന്നു, പക്ഷേ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്നത്തെ പ്രോഫിറ്റ് എനിക്ക് ഒരു 40,000 or 50,000 എനിക്ക് അന്ന് കിട്ടി. പിന്നെ ഞാൻ തന്നെ ഇവിടുന്ന് ബോംബെ പോവും, ഡൽഹി പോവും, അവിടെ പോയി ആൾക്കാരെ എടുക്കും. അപ്പോഴത്തേനും 1-2 എൻജിനീയേഴ്സിനെ കിട്ടി, അവരെ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ കമ്പനി ഡെവലപ്പ് ചെയ്ത് ഇന്ന് എൻ്റെ ഈ ഒരു സ്ഥാപനത്തിൽ ഏകദേശം 1,400 ആൾക്കാരുണ്ടായിരുന്നു. ഈ 1,400 ആൾക്കാരുണ്ടായിരത്തിൽ നിന്ന് 400-800 പേരോളം അന്ന് റെസിഷൻ വന്നപ്പോൾ ഞാൻ വിട്ടു. ബാക്കി 600-500 പേരെ കൊണ്ട് പിന്നെയും തുടങ്ങി. പിന്നെ ഇപ്പം ഗ്രാജുവലി കൂട്ടി ഇപ്പം നിയർ അബൌട്ട് 1,000 ഉണ്ട്. സ്റ്റാഫ് എൻജിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 10 എൻജിനീയേഴ്സുണ്ട്, ഫോർമാന്മാർ വേറെയുണ്ട്, 10 എൻജിനീയേഴ്സുണ്ട്. ഓഫീസ് സ്റ്റാഫ് ഈ ഓഫീസിൽ തന്നെ ഏകദേശം ഒരു 20 പേരോളം ഈ ഓഫീസിൽ തന്നെ ഉണ്ട്. അങ്ങനെ ദൈവം അനുവദിച്ച് ഇപ്പോൾ ഏകദേശം ഒരു 360 million ടേണോവർ ഒരു പ്രസ്ഥാനമാക്കി മാറ്റാൻ സാറിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വലിയ പ്രോജക്റ്റുകൾ വരെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഉമ്മൽക്കോയിൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ അൽ നീഫ കോൺട്രാക്ടിങ് വളരെയധികം ഒരു പങ്ക് വഹിക്കുന്നു. ഈയിടെ ഞാനൊരു മുനിസിപ്പാലിറ്റി ചെയർമാനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു.
അപ്പോൾ അവർ തന്നെ പറഞ്ഞു, മാത്യു നിന്നെ ഗവൺമെൻറ് തീർച്ചയായിട്ടും നിന്നെ ഒന്ന് ആദരിക്കും ഇവിടെ എന്നേലും ഒരു സമയത്ത് എനിക്ക് അവന് ചെയർമാന് ചാൻസ് കിട്ടുമ്പോൾ പുള്ളി അത് പബ്ലിക്കാക്കിക്കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ സലമ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് ഒരു വീട് പോലും ഇല്ലായിരുന്ന സമയത്ത് ഫസ്റ്റ് വീട് വെക്കുന്നത് ഞാനാണ്. എത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ സാറിൻ്റെ അപ്പനും അമ്മയും സ്വാധീനിച്ചിട്ടുണ്ട്? എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ അപ്പനെ കൂടുതൽ കാര്യങ്ങൾ അനുകരിക്കേണ്ടി വന്നിട്ടുണ്ട്. പുള്ളിയുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ സംബന്ധിച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം. പുള്ളി പലർക്കും പല രീതിയിലുള്ള ഹെൽപ്പുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. സാമ്പത്തികമായിട്ട് നല്ലൊരു പൊസിഷൻ തന്നെയായിരുന്നു. ഞാനൊരു മോനെ ഉള്ളതുകൊണ്ട് വലിയ ചിലവുകളൊന്നും ഇല്ലായിരുന്നുകൊണ്ട് പുള്ളിയെ സംബന്ധിച്ച് സാമ്പത്തികമായി നല്ലൊരു നിലയിലായിരുന്നു. ആ നിലയിൽ നിന്ന് ഒത്തിരി ആൾക്കാർക്ക് പല രീതിയിലുള്ള ഹെൽപ്പുകളുണ്ട്. അതായത് ഞങ്ങളുടെ ഒരു കോവൂർ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലി, ഇറ്റ്സ് എ ബിഗ് ഫാമിലി ഇൻ തിരുവല്ല. സോ അതുകൊണ്ട് പലരുമായിട്ട് പല നമ്മൾ കസിൻസായി റിലേഷനായി പല മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ട്, അന്ന് തിരുവനന്തപുരത്തുള്ള കുതിരവട്ടത്തുള്ള ഭ്രാന്താശുപത്രിയുടെ സൂപ്രണ്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഫാദറിൻ്റെ കസിൻസൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആൾക്കാരെ എടുത്ത് സ്വന്തമായിട്ട് കാശുണ്ടാക്കിക്കൊണ്ട് പോയിട്ട് വണ്ടിയെ പോയി അവരെ ചികിത്സിക്കുക, ഇതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ആ മനസ്സിൽ കിടക്കുന്ന ഓരോ ചിന്തകളും രീതി തന്നെ ഞാൻ ഇന്നും ഇവിടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യും. തീർച്ചയായും ആ ഒരു കാര്യങ്ങൾ ഒക്കെ ആകണം ഇത്രയും വലിയൊരു ആപത്തിൽ നിന്ന് ഈ ദൈവം തമ്പുരാൻ. തീർച്ചയായിട്ടും. അതായത് എനിക്കത് 100% ധൈര്യമുണ്ട്. നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കഥവാ കിട്ടിയില്ലേ നമ്മുടെ പിള്ളേർക്ക് അതിൻ്റെ ഗുണം കിട്ടും എന്ന് എനിക്ക് ഈ ഒരു ജീവിതം കൊണ്ട് മനസ്സിലാക്കി കിട്ടി. 100% മനസ്സിലാക്കാം. അതുപോലെ തന്നെ അമ്മ ഒരുപാട് പ്രാർത്ഥന, അവരുടെ പ്രാർത്ഥനയും സാറിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഉണ്ട്, ഇല്ലാന്നില്ല. അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വന്ന വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലാണ് അമ്മ വളർന്നതും. അച്ഛൻ്റെ തണലിൽ മാത്രം വളരുകയായിരുന്നു. അമ്മയ്ക്ക് അച്ഛൻ മരിക്കുന്ന സമയത്താണ് തന്നെ എവിടെയാണ് നമ്മുടെ പറമ്പിൻ്റെ അതിലെവിടെ അല്ല ഇതെവിടെ അമ്മയ്ക്കറിയത്തില്ല. അങ്ങനത്തെ ഒരു ഓർത്തഡോക്സ് ലൈഫാണ് അതായിരുന്നു അമ്മ. പക്ഷേ അന്നും ഫാദർ ഞാൻ ചെല്ലുമ്പോൾ എന്നെ കാണിച്ചു തരുവാടെ ഇതാണ് നമ്മുടെ അതിൽ അല്ല ഇതാണ് നമ്മുടെ സ്ഥലം, അതാണ് നമ്മുടെ സ്ഥലം എന്നെ കാണിച്ചു തരുമായിരുന്നു. ഫാദറിന് അറിയാമായിരുന്നു അമ്മയെ കൊണ്ടൊന്നും സാധിക്കുകയില്ല, അതുകൊണ്ട് ഞാൻ നോക്കിക്കൊള്ളാം. തീർച്ചയായും ഏറ്റവും ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ, അതായത് നമ്മളൊരു പരാജയം നമ്മൾ അനുഭവിച്ചു, ആ പരാജയത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? പാഠങ്ങൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുത്തനെയും ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. മനുഷ്യ സഹജമായിരിക്കാം, എനിവേ എല്ലാവരെയും കാണുമ്പോൾ അന്ന് ഞാൻ ആ വിഷമസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ കൂടുതൽ ഞാൻ എല്ലാവരെയും അളന്നു കഴിഞ്ഞു. ഇന്ന് അവരുടെ മുന്നിൽ ഞാൻ അവരോട് ചോദിച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിൽ ഞാൻ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും വേണ്ടുന്ന ഹെൽപ്പുകളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പ്രതികാരം വീട്ടുന്നു. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിക്കുക. എനിക്ക് വിഷമമായ സമയത്ത് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ സഹായിക്കാത്തവരെ ഇന്ന് ഞാൻ പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാറിൻ്റെ ഈ ഒരു ക്രൈസിസ് ആ സമയത്ത് കുടുംബം വലിയൊരു പിന്തുണ. തീർച്ചയായിട്ടും. അന്ന് ഞാൻ ഭാര്യയോട് പറഞ്ഞ വാക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒന്നുകിൽ ഞാൻ സമയത്ത് വീട്ടിൽ വരാം, സമയത്ത് ജോലി ഇവിടെ വന്ന് കിടക്കാൻ കഴിയാം, അല്ല എങ്കിൽ എന്നെ നീ നോക്കണ്ട, ഞാൻ എത്ര മണിക്കാണ് വരുന്നത് എന്തോ എന്നുള്ള കാര്യത്തെപ്പറ്റി ചിന്തിക്കേണ്ട. ഞാൻ ചിലപ്പോൾ രാത്രി 12 മണിക്ക് വരും, 1 മണിക്ക് വരും. അത് എൻ്റെ ഭാര്യ വളരെ ഇന്ന് വരെയും ഞാനൊരു 11 മണിയായാലും ചോദിക്കുകയില്ല എവിടാ അല്ലെ ഇത്ര താമസിച്ചു. പുള്ളിക്കാരത്തി കഴിക്കാതിരിക്കും, അല്ലെ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും, എല്ലാവരും കഴിക്കും. ഇപ്പോഴാണെങ്കിൽ തന്നെ നമ്മുടെ സർവൻറ്റും കാര്യങ്ങളും അവരെല്ലാവരും കഴിച്ചാൽ തന്നെ പുള്ളിക്കാരത്തി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഞാൻ വരിക, ഒന്നിച്ചിരുന്ന് കഴിക്കുക, കിടക്കുക. ഇതായിരുന്നു പുള്ളി നമുക്ക് ചെയ്യാവുന്ന സപ്പോർട്ടുകൾ. അതുപോലെ തന്നെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് നാട്ടിൽ ഇടയ്ക്ക് കുറച്ച് ബിസിനസ് ചെയ്തിരുന്നു, റിയൽ എസ്റ്റേറ്റിലും. അതൊക്കെ ഞാൻ കൊച്ചിയിൽ റിയൽ എസ്റ്റേറ്റ് തുടങ്ങി, കൺസ്ട്രക്ഷൻ തുടങ്ങി. അന്ന് എൻ്റെ രണ്ടാമത്തെ മോൻ എൻജിനീയറായിരുന്നു. അവൻ പഠിത്തം കഴിഞ്ഞോണേ അവൻ അവിടെ നിന്നുകൊണ്ട് ആ പരിപാടികൾ നടത്താൻ നോക്കി. കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചിട്ടിരുന്നു കൊച്ചിയിൽ തന്നെ, മെയിനായിട്ടുള്ള സ്ഥലത്ത് കാക്കനാട്ടൊക്കെ വില്ലകൾ പണിയുക, വിൽക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. എന്നിട്ടും എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചെന്ന് കഴിഞ്ഞാൽ നാട്ടിലെ ഓരോ നിയമങ്ങളും ഓരോ പാർട്ടി അടിസ്ഥാനത്തിലായാലും പോലീസിൻ്റെ അടുത്തായാലും ഇൻകം ടാക്സിൻ്റെ അടുത്തായാലും ഈ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടെ വന്നു. സഹിയിട്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു നമുക്കുള്ള വല്ലവർക്കും വിറ്റേച്ചിങ് പോരാൻ പറഞ്ഞു. അവൻ എന്നെ ആ സമയം തന്നെ വീടും ആ പണിതുകൊണ്ടിരിക്കുന്ന വീടുകളും പറമ്പുകളും പകുതി പണിതും എല്ലാം ഡിസ്പോസ് ചെയ്തു. അവനും
ഇങ്ങ് പോന്നു. മറ്റേ ഓരോ പ്രശ്നം പറഞ്ഞാൽ അവൻ തന്നെ അവിടെ, ഞങ്ങളെല്ലാം ഇവിടെ, അതും ഒരു വിഷമമായിരുന്നു. അങ്ങനെ എല്ലാവരും അടുത്തുണ്ട്, എല്ലാവരും ചെറുമക്കളും. ഞങ്ങൾ 2 വീട് അടുപ്പിച്ചുണ്ടാക്കിയിട്ട് ഇടയ്ക്കൂടൊരു ബൗണ്ടറി ഉണ്ടായിരുന്നു, അത് എടുത്ത് കളയുമ്പോൾ എല്ലാം കൂടെ ഒരു വീടായി. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നു. 2ാമത്തെ മോന് 2 പിള്ളേർ, മൂത്ത മോന് ഒരു കൊച്ച്. ഇവരിങ്ങനെ ചെറുമക്കളും മക്കളുമായിട്ടുള്ള ഒരു സന്തോഷമായ ഒരു ജീവിതം സമാധാനമായിട്ട് കഴിയും. ദൈവം തമ്പുരാൻ നമുക്ക് തന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതിനിടയ്ക്ക് സാമൂഹിക പ്രവർത്തനം, ഇന്ത്യൻ അസോസിയേഷനിൽ ഹെൽപ്പുകൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അവിടെ പോയൊരു പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ആയിരിക്കാനുള്ള സമയക്കുറവുണ്ട് മാത്രമേ ഉള്ളൂ. എന്നാലും മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലും പുന്നൂസ് സാറിൻ്റെ കൈയുടെ എന്തായാലും ഉണ്ടാവാറുണ്ട്, സഹായങ്ങൾ ഉണ്ടാവാറുണ്ട്. പല രീതിയിൽ ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അതുപോലുള്ള ഹെൽപ്പുകൾ അവർക്കും ചെയ്യുന്നുണ്ട്. പള്ളിപരമായിട്ടാണ്, നമ്മുടെ ദൈവികപരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൽക്കോയിൽ തന്നെ ഒരു പള്ളി, ക്രിസ്ത്യൻസിന് ഒരു പള്ളി ഇവിടെ ഇല്ല. ആ സമയത്ത് എന്തോ ഒരു ദൈവാനുഗ്രഹമാണ്. എനിക്ക് തോന്നി ഞാൻ പോയിട്ട് ഷെയ്ഖിനെ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കും. ഞാൻ പോയി കണ്ടു 2007 ഞാൻ പോയി കണ്ടു. അപ്പം സാമ്പത്തികമായിട്ട് വളരെ മോശമാണ് പൊതുവെ ക്രിസ്ത്യൻസ് മീൻസ് മാർത്തോമാക്കാർക്കും എല്ലാം. അപ്പോൾ ഷെയ്ഖിനോട് പറഞ്ഞു, ഓക്കെ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കൊരു സ്ഥലമുണ്ട്, ഞങ്ങളവിടെ ഒരു പള്ളി പോലെ ആക്കും, അവിടെ വെച്ച് പ്രയർ നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. ഷെയ്ഖ് എന്നെ ഇത് സമ്മതിച്ചു. നേരെ റൂളറിലേക്ക് ചെന്നു. ആ ഷെയ്ഖ് അസിസ്റ്റൻ്റായിരുന്നു. പുള്ളി അവിടെ ചെന്നു. ആ മോനായിരുന്നു, 2ാമത്തെ മോനായിരുന്നു. മോൻ ചെന്ന് അപ്പനോട് പറഞ്ഞു, ഇങ്ങനെ ഇവർക്ക് മാത്യുവിൻ്റെ ആൾക്കാർക്ക് പ്രാർത്ഥിക്കണം. അന്ന് ഒരു ലെറ്റർ എനിക്ക് റൂളേഴ്സ് ഓഫീസിൽ നിന്ന് തന്നു. ഇവനെ പറയുന്നിടത്ത് വെച്ച് പ്രാർത്ഥന നടത്താൻ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ആ ഒരു ലെറ്റർ എൻ്റെ ഇതിനകത്ത് ഇന്നും ഇരിപ്പുണ്ട്. അത് വെച്ചുകൊണ്ട് ഞങ്ങളിവിടെ, ഞാൻ മാർത്തോമയാണ്, ഞങ്ങളൊരു ഹോള് പള്ളി പോലെയൊക്കെ ആക്കി നല്ല രീതിയിലാക്കി പ്രാർത്ഥിക്കുന്നു. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ 22 ഗ്രൂപ്പ് പല രീതിയിൽ, ഓർത്തഡോക്സായി, മറ്റവരായി, ഇവർക്കെല്ലാവർക്കും ഓരോ മണിക്കൂർ 2 മണിക്കൂർ വെച്ച് അവിടെ വെച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം കൊടുത്തു. പോലീസുകാർ സ്റ്റഡി എന്നാണ് എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ക്രിസ്മസ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻ വരുമ്പം അവരെന്നെ വിളിക്കും, അവരുടെ പോലീസുകാർ അവിടെ വന്ന് നിന്നോളും സെക്യൂറായിട്ട്. അങ്ങനെയുള്ള ഹെൽപ്പുകാരെയും പുള്ളി പോലീസ് സൈഡിൽ നിന്ന് കിട്ടി. അപ്പോൾ സുഖമായിട്ട് നടത്തുന്നു. എന്നിട്ട് എല്ലാവരുടെയും നിന്ന് റെൻറ്റ് വാങ്ങിക്കും, ഫ്രീ ആയിട്ടല്ല, വളരെ തുച്ഛമായ റെൻറ്റ്. ചിലരുടെ 2000, ഒരു കൊല്ലത്തിന് 3000 റെൻറ്റ് വാങ്ങിക്കും. എനിക്കിവിടെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ട്, മെയിനായിട്ട് പുള്ളിയാണത് പൈസ മുഴുവൻ കാണിക്കുന്നത്. റെൻറ്റ് കൊടുക്കണം, ആ സ്ഥലത്തിന് റെൻറ്റ് കൊടുക്കണം, അത് കൊടുക്കും. പിന്നെ അവിടെ എന്തൊക്കെയുണ്ടോ കാര്യങ്ങളുണ്ടോ. ഈ പൈസ 1 രൂപ പോലും അനാവശ്യമായിട്ട് ആരും എടുക്കരുത്, അക്കൗണ്ടിൽ കാണിച്ചേക്കണം. അവനോട് പറഞ്ഞിരിക്കുന്നത് അക്കൗണ്ട് ഇരിക്കും. അതാണ് ഞാൻ ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നത്. സാമൂഹ്യ പ്രവർത്തനത്തിന് ചാരിറ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ചാരിറ്റികൾ കൊടുത്തിട്ടുണ്ട്. അത് നാട്ടിലെ വീട് പണിയാനുള്ളവർ കൊടുത്തിട്ടുണ്ട്, ഇവിടുന്ന് ബുദ്ധിമുട്ടി കയറി പോകുന്നവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ചാരിറ്റിക്ക് വേണ്ടി ആ ഒരു പൈസ യൂസ് ചെയ്യുകയാണ്. കഴിഞ്ഞു പോയ 41 വർഷം ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തു തോന്നുന്നു? 100 വട്ടം എല്ലാം കൊണ്ടും എനിക്ക് വളരെ സന്തോഷമായി, ഹാപ്പിയായ ഒരു ജീവിതം ഞാൻ നയിച്ചിരുന്നു. ആ ഒരു സന്തോഷമാണ് ഇന്നെൻ്റെ എല്ലാ കാര്യത്തിനും മുന്നിൽ കാണുന്നത്. ആണ്. ഇനി മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് നന്മകൾ ഈശ്വരൻ അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും ഈ സംരംഭത്തിനും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചു തന്നത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.